നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ചൈന സന്ദർശിക്കാനുള്ള തീയതി പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ഈ മാസം 13 മുതൽ 15 വരെ താൻ ചൈന സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന വിവരം. അതായത് ചൈനയിലുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് അമേരിക്കൻ പ്രസിഡൻറ്റും ചൈനീസ് പ്രസിഡൻറ്റും തമ്മിൽ നടത്തുന്നത്. ചൈനീസ് പ്രസിഡൻറ്റ് ഷീ ജിൻപിങ്ങുമായി നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തും എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഇങ്ങനെയൊരു വിദേശയാത്ര നടത്തുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ ചില കാര്യങ്ങളിൽ ഇപ്പോൾ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെ ഈ ചർച്ചകൾ, സന്ദർശനം ഇതെല്ലാം എത്രത്തോളം ഊഷ്മളമാകുമെന്നുള്ളതിനെ കുറിച്ചാണ് വിദേശകാര്യ വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതായത് ചൈനയുമായി അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് അമേരിക്ക നേരത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വൻ തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ചൈനയുടെ കയറ്റുമതിയെ വല്ലാതെ ബാധിച്ചിരുന്നതാണ്. കാരണം ചൈന ഒരു നിർമ്മാണ ഹബ്ബായി മാറിയ ഒരു രാജ്യമാണ്. ചൈനയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു താല്പര്യം എന്നുള്ളത്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഈ കയറ്റുമതിയാണ്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരത്തിൽ ഒരു വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് ചൈനയെ വളരെയധികം ദോഷകരമായി ബാധിക്കും. എന്നാൽ അമേരിക്ക ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയുമായി നേരിട്ട് കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ തീരുവയാണ്, പിഴ തീരുവയാണ് ചൈനയ്ക്കെതിരെ അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാപാര രംഗത്ത് വൻ യുദ്ധമാണ് ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ GDPയുടെ ആശ്രയിച്ച് അല്ലെങ്കിൽ GDP അനുസരിച്ച് നോക്കിയാൽ അമേരിക്ക ഒന്നാം സ്ഥാനത്തുള്ള രാജ്യവും തൊട്ടു പിന്നിലുള്ള രാജ്യം ചൈനയുമാണ്. ഇങ്ങനെ ലോകത്തിലെ രണ്ട് വൻകിട സമ്പദ് വ്യവസ്ഥകൾ തമ്മിലാണ് ഇപ്പോൾ ഈ വ്യാപാര യുദ്ധം എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. ഈ വ്യാപാര യുദ്ധത്തിനിടയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് പശ്ചിമേഷ്യൻ സംഘർഷമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനെതിരെ കഴിഞ്ഞ കുറേ നാളായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെടിനിർത്തലിലാണ് എങ്കിലും സംഘർഷം അങ്ങിങ്ങ് നടക്കുന്നുണ്ട്. ഇറാൻ തുറമുഖങ്ങളെ ഇപ്പോൾ അമേരിക്ക ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ നട്ടലൊടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഈ ഉപരോധത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. മാത്രമല്ല ഇറാനെതിരെ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാനും വിട്ടുകൊടുക്കുന്നില്ല. ഒരു കാരണവശാലും തങ്ങൾക്ക് മീതെയുള്ള ആണവ ഉപരോധം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷം ഇനിയും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഹോർമൂസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പലതവണ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനീസ് സന്ദർശനം നടത്തുന്നത്. പ്രശ്നം അമേരിക്കയും ഇറാനും തമ്മിലാണെങ്കിലും ചൈന ഇറാനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്. ഇറാൻ്റെ എണ്ണയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ഇറാനിൽ നിന്നും എണ്ണ ഒരു രാജ്യവും വാങ്ങരുത് എന്നാണ് അമേരിക്കയുടെ തിട്ടൂരം. അതായത് ഇറാനിന്മേൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഉപരോധത്തെ മറികടന്നുകൊണ്ടാണ് ചൈന ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത്. ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 90% വാങ്ങുകയും അത് റിഫൈൻ ചെയ്ത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് ചൈന. സിംഗപ്പൂർ പോലെയുള്ള നിരവധി രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് ഇത്തരത്തിൽ ഇറാൻ്റെ എണ്ണ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ചൈനയുടെ ഈ ഇടപെടൽ ഇറാനെ അല്ലെങ്കിൽ ഇറാനുമേലുള്ള പാശ്ചാത്യ അമേരിക്കൻ ഉപരോധം, ആ ഉപരോധം മറികടക്കാൻ ഏറെ സഹായിക്കുന്നതാണ്. ഇറാനെ വരുതിയിലാക്കാനായി തങ്ങൾ ഏർപ്പെടുത്തിയ ആ ഉപരോധത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ചൈനയാണ് എന്ന് അമേരിക്ക നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. മാത്രമല്ല ഈ യുദ്ധത്തിൽ ഇറാന് ആയുധങ്ങൾ നൽകി സഹായിക്കുകയാണ് എന്ന ആരോപണവും ചൈനയ്ക്കെതിരെ അമേരിക്ക ഉന്നയിച്ചിരുന്നു. അതിന് തെളിവായി ചില കപ്പലുകളും കഴിഞ്ഞ ദിവസം അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഉപരോധം മറികടന്നുകൊണ്ട് ഇറാനിലേക്ക് പോകാനിരുന്ന ഒരു ചൈനീസ് കപ്പൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. ആ പിടിച്ചെടുത്ത കപ്പൽ അമേരിക്ക വളരെ വിശദമായി തന്നെ പരിശോധിച്ചപ്പോൾ ആ കപ്പലിൽ ചില രാസവസ്തുക്കൾ കണ്ടെത്തി എന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. ആ രാസവസ്തുക്കൾ മിസൈൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്. ഇറാന്റെ ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ മിസൈൽ ശേഖരമാണ്. ആ മിസൈൽ ശേഖരത്തിലേക്ക് സംഭാവന നൽകുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ചൈന പ്രവർത്തിക്കുന്നത്. വളരെ രഹസ്യമായി ചൈന ഇറാന് ആയുധവും അതുപോലെ തന്നെ പണവും എല്ലാം നൽകുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള സഹായവും നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സന്ദർശനം നടക്കുന്നത്. അതുമാത്രമല്ല, ഈ രണ്ട് വിഷയങ്ങൾ മാത്രമല്ല, ഡോളറിനെതിരായുള്ള ചില നീക്കങ്ങളിൽ ചൈനയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ആരോപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോപണം ചൈനയ്ക്കും ഇന്ത്യക്കും റഷ്യയ്ക്കും എതിരായിരുന്നു. ഈ 3 രാജ്യങ്ങൾ ചേർന്നാണ് ലോകത്ത് ബ്രിക്സ് രാജ്യങ്ങൾ എന്ന ഒരു കൂട്ടായ്മ സ്ഥാപിച്ചത്. ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കോമൺ കറൻസി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു പൊതു കറൻസി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും ഡോളറിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ബ്രിക്സ് രാജ്യങ്ങൾ നടത്തുന്നതെന്നും ഇങ്ങനെ ഇത് തുടർന്നു കഴിഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വൻ തീരുവ ചുമത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് അന്ന് ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്കയുടെ കറൻസിക്കെതിരെ ആഗോളതലത്തിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്നും ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം നൽകുന്നത് റഷ്യയും ഇന്ത്യയും ചൈനയുമാണെന്നും അമേരിക്ക കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന എന്ന രാജ്യവുമായി അമേരിക്ക ഇപ്പോൾ വലിയ മത്സരത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് 2 ലോക നേതാക്കന്മാർ, അതായത് 2 രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇരുവരും ചർച്ച ചെയ്യുക എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം അത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങളും അതുപോലെ തന്നെ ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടികളും ഉടൻ നിർത്തിവെക്കണമെന്നായിരിക്കും ചൈന ആവശ്യപ്പെടുക. ഇറാനെതിരായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനും അപ്പുറത്തേക്ക് ചൈന പ്രാധാന്യം നൽകുന്ന മറ്റൊരു വിഷയം അവരുടെ സ്വന്തം വിഷയമായിരിക്കും. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇങ്ങനെ നികുതി ചുമത്താനുള്ള നീക്കങ്ങളിൽ നിന്നും അമേരിക്ക പിന്മാറണമെന്നായിരിക്കും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവശ്യമുന്നയിക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്ര വലിയ ഒരു വ്യാപാര യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്ര നേതാക്കന്മാർ കാണുന്നതിനിടയിൽ വലിയ ഊഷ്മളതയൊന്നും സംഭവിക്കാൻ ഇടയില്ല എന്നാണ് വിദേശകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ചൈനയുടെ ആവശ്യം ഉന്നയിക്കും, അമേരിക്കയുടെ ആവശ്യം ഉന്നയിക്കും. ഒന്നിലും ധാരണയാകാതെ അല്ലെങ്കിലും ഒന്നിലും ഒരു തീരുമാനമാകാതെ ചർച്ച അലസിപ്പിരിയാനാണ് സാധ്യത. എങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായ ധാരണയുണ്ടാക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞാൽ ഈ സന്ദർശനം വിജയമാണ് എന്ന് പറയാം. ഈ സന്ദർശനം നടന്നതിന് ശേഷം പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിച്ചാലും ഇതൊരു വൻ വിജയമായി കണക്കാക്കാം. പക്ഷേ അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും കൂടിക്കാണുമ്പോൾ, ഒരു മേശയ്ക്കരികിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ വലിയ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപാണ് പങ്കെടുക്കുന്നത്. ഒരു കാരണവശാലും തങ്ങളുടെ താല്പര്യങ്ങൾക്കല്ലാതെ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ ബഹുമാനിക്കണം എന്ന ഒരു തോന്നൽ പോലും ഡൊണാൾഡ് ട്രംപിനില്ല. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ യാതൊരു ആവശ്യത്തിനും മുഖം കൊടുക്കാൻ അന്ന് ആദ്യഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സംഘവും തയ്യാറായിട്ടില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കർഷകരായി ഉപജീവന മാർഗം നടത്തുന്ന നാടാണ് ഭാരതം. ആ ആളുകളുടെ അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ഉപജീവന മാർഗത്തിന് നേരെ വലിയ ഭീഷണി ഉയർത്തുന്ന നിർദ്ദേശങ്ങളാണ് അന്ന് വ്യാപാര കരാറിൽ ചർച്ച നടത്തുമ്പോൾ അമേരിക്ക ഉന്നയിച്ചത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ അങ്ങേയറ്റം വരെ പോയി. ഈ താല്പര്യങ്ങൾക്കൊന്നും ബലി കൊടുക്കാൻ ഇന്ത്യ തയ്യാറായതുമില്ല. ഒടുവിൽ അമേരിക്ക വഴങ്ങിക്കൊണ്ടാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച അവസാനിച്ചതും വ്യാപാര കരാർ ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്നതും. ഈ രീതിയിലൊക്കെയാണ് ചൈനയുമായി അമേരിക്ക ഇടപെടുന്നതെങ്കിൽ തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വലിയ തീരുമാനമൊന്നും ലോകം പ്രതീക്ഷിക്കേണ്ടതില്ല.